കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ശരലിന്റെ വീട്ടിൽ സിപിഎം നേതാക്കളെത്തിയ സംഭവം വിവാദത്തിൽ. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ LC അംഗം അശോകനുമാണ് എത്തിയത്. ബോംബുണ്ടാക്കിയ കേസിലെ പ്രതികളുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന വാദത്തിന് പിന്നാലെയാണ് സിപിഎം നേതാക്കൾ ശരലിന്റെ വീട്ടിലെത്തിയിരിക്കുന്നതും. ഇതോടെയാണ് ഈ സംഭവം ഇപ്പോൾ വിവാദമാകുന്നത്. അതായത് പാർട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് സിപിഎം നേതാക്കൾ കൊല്ലപ്പെട്ട ശരലിന്റെ വീട്ടിലെത്തിയത്. സിപിഎം നേതാവ് P ജയരാജനും വാർത്താസമ്മേളനം നടത്തി പ്രതികളെ തള്ളിപ്പറഞ്ഞിരുന്നു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം അശോക് എന്നിവർ ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ശരലിന്റെ സംസ്കാര ചടങ്ങുകളിൽ നേതാക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല. പിന്നാലെയാണ് ഇപ്പോൾ ശരലിന്റെ വീട്ടിലെത്തിയ വാർത്തകളൊക്കെ ഇപ്പോൾ വിവാദത്തിലാകുന്നത്. അതേസമയം പാനൂർ മേഖലയിൽ ഇപ്പോൾ വ്യാപകമായ പരിശോധനകൾ നടന്നുവരുന്നു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് വിവരങ്ങൾ. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിൽ ബോംബ് നിരീക്ഷണം ശക്തമാക്കാൻ ADGPയുടെ നിർദ്ദേശമുണ്ട്. കണ്ണൂർ പോലീസ് സഭ ഹാളിൽ ചേർന്ന കണ്ണൂർ സിറ്റി റൂറൽ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശം. മുൻകാലങ്ങളിൽ കേസുകളിൽ പ്രതികളായവരുടെ പട്ടിക തയ്യാറാക്കി പ്രത്യേകം നിരീക്ഷിക്കാനടക്കം നിർദ്ദേശം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രശ്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലെ സ്ഥിരം ക്രിമിനലുകളുടെ നിലവിലെ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. അത് മാത്രമല്ല, കള്ളത്തോക്ക്, മറ്റ് ആയുധശേഖരങ്ങൾ, ബോംബ് നിർമ്മാണം എന്നിവ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് കണ്ണൂർ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. പാനൂരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ പോലീസും CRPFും സംയുക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തിവരുന്നു. പരിശോധനയ്ക്കായി ബോംബ് സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും ഒക്കെ നിയോഗിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗമാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യം ചർച്ച ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 120 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാതെ വീടിന്റെ ടെറസിൽ വെള്ളിയാഴ്ച പുലർച്ചെ 12:30യോടെയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു അപകടമെന്നാണ് പോലീസ് കണ്ടെത്തിയതും. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. മരിച്ച ശരലിന്റെ മൃതദേഹം ഇക്കഴിഞ്ഞ ദിവസം പുത്തൂരിലെ വീട്ടിലെത്തിച്ചതിന് പിന്നാലെ സംസ്കാരമടക്കമുള്ള നടപടികൾ ചെയ്തു. മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ CPM നേതാക്കൾ ശരലിന്റെ വീട്ടിലെത്തിയത് തന്നെയാണ് വിവാദമായത്. ബോംബ് നിർമ്മാണത്തിലെ പ്രധാന പ്രതികളായ ശരലും വിനീഷും CPM പ്രവർത്തകരെ മർദ്ദിച്ച സംഭവമുണ്ടായിരുന്നുവെന്നും നേരത്തെ തന്നെ ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ആരോപിച്ചത്. എന്നാൽ സംസ്കാര ചടങ്ങിലോ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനോ പാർട്ടി എന്ന നിലയിൽ ആരും പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള പറഞ്ഞത്. പാർട്ടിയുമായി പ്രതികൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കാനായിരുന്നു ഈ നാടകങ്ങളെല്ലാം കളിച്ചത്. പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവരെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പാർട്ടി എന്ന നിലയിൽ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിലോ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകളിലോ പങ്കെടുത്തിട്ടില്ല. പാർട്ടിക്കാരെ ബന്ധുക്കൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മരിച്ച വീട്ടിൽ പോവുക എന്നത് അതൊരു മനുഷ്യത്വപരമായ കാര്യമാണെന്നും പാർട്ടി എന്ന നിലയിൽ ആരും പോയിട്ടില്ലെന്നാണ് പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള പറഞ്ഞത്. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നാദാപുരത്തും പോലീസിന്റെ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയവരുടെ വീടുകളിലാണ് പരിശോധന നടന്നത്. ഒഴിഞ്ഞ പറമ്പുകൾ, പെരിങ്ങത്തൂർ പുഴയോരം തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇത്തരത്തിൽ അനധികൃതമായ സ്ഥലത്ത് ബോംബ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടോ, നിലവിൽ ബോംബ് നിർമ്മാണം എവിടെയാണ് നടക്കുന്നത് എന്നെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലൂടെ തന്നെ ഇനി വ്യക്തമാകുമെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.